എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കവാക്കി അവനാണെങ്കിൽ ആ പൊട്ടിയ വെയ്സിന്റെ പീസുകൾ അതെല്ലാം എടുത്ത് ഇപ്പൊ അവന്റെ റൂമിലേക്ക് വരും. പിന്നീട് ബൊറൂട്ടോ കൊടുത്ത ആ ഒരു ഗ്ലൂ അത് വെച്ച് അവൻ ഒട്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം ഇവിടെ ഹിമാവരി അവളാണെങ്കിൽ ആ പുതിയ വെയ്സിൽ ഫ്ലവർ ഒക്കെ ഇട്ട് അലങ്കരിച്ച് വെക്കും. അതിനുശേഷം അല്പനേരം അതിന്റെ സൗന്ദര്യം നോക്കുകയാണ്. കട്ട് ചെയ്ത കവാക്കി അവൻ ഒരു മിനിറ്റ് ബൊറൂട്ടോ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും. അവൾക്ക് എന്റെ അനുജത്തിക്ക് ഈ ഒരു വെയ്സ് ഒരുപാട് ഇഷ്ടമാണ്. അവൾ കഷ്ടപ്പെട്ട് മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കിയ വെയ്സാണത്. സോ ഇതിനു പകരമാവില്ല കൊടുക്കുന്ന മറ്റേത് വെയ്സും. ആക്ച്വലി അവളുടെ മനസ്സ് അത് പഴയതുപോലെ ഹാപ്പി ആവണമെങ്കിൽ ഇത് തന്നെ നീ അവൾക്ക് തിരികെ കൊടുക്കണം. ഇതാ കവാക്കി ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഓരോ പീസുകളായിട്ട് ഇപ്പൊ ഗ്ലൂ വെച്ച് ഒട്ടിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം നമ്മുടെ ഹേമാവരി അവൾ ശബ്ദം ഉണ്ടാക്കാതെ അവന്റെ ടേബിളിന്റെ അടുത്തേക്ക് വരും. അവൾ അല്പനേരം ആ ഒരു കാഴ്ച അത് അവന്റെ ശ്രദ്ധയിൽപ്പെടാതെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ ഓൾറെഡി അവൾ ഒളിഞ്ഞിരിക്കുന്ന കാര്യം അവൻ കണ്ടു കഴിഞ്ഞു. അവനാണെങ്കിൽ ഹേമാവരിയോട് ഇപ്പൊ പുറത്തേക്ക് വരാൻ പറയും. അതിനവൾ പറയും, ഐ എം സോറി, ആക്ച്വലി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയാണ് ഞാൻ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇവിടെ മറഞ്ഞു നിന്നത്. അവൾ അല്പനേരം ആ പ്രോസസ്സ് തന്നെ സൂക്ഷിച്ചു നോക്കും. സത്യത്തില് ഇത് പഴയതുപോലെ ആക്കാനാണോ നിങ്ങൾ ശ്രമിക്കണേ? ഓൾറെഡി നിങ്ങൾ എനിക്ക് പുതിയ വെയ്സ് വാങ്ങി തന്നു, അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല. അതിന് കവാക്കിയും പറയും, അതെ, ഇതൊരു വേസ്റ്റ് ജോലി തന്നെയാണ്. ഒരുപാട് കഷ്ടപ്പാടുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടൈം അത് കുറെ വേസ്റ്റ് ആവുമെന്ന് പറയും. അപ്പൊ ദൂരത്തായിട്ട് ബൊറൂട്ടോ അവനവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ വില്ലനെ കാണിക്കും. വില്ലനാണെങ്കിൽ ഫുൾ ടൈം ആ തവള ഉപയോഗിച്ച് കവാക്കിയെ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓ നോ, നീ ഈ വില്ലേജിലെ ഹൊക്കാഗയുടെ കയ്യിലെത്തിയല്ലേ. നീ ഇത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇവിടെ എത്തിപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ ഉറപ്പായാലും ഇതെനിക്ക് ഒരു ഡബിൾ ലോട്ടറി തന്നെയായിരിക്കും. കവാക്കിക്കൊപ്പം ബൊറൂട്ടോയും എനിക്ക് ആവശ്യമുണ്ടെന്ന് അവനങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്. കട്ട് ചെയ്ത കോഡിനെയും ആ ഡോക്ടറിനെയും കാണിക്കും. കോഡാണെങ്കിൽ ഡോക്ടറിന്റെ അടുത്തേക്ക് വന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് തുടങ്ങും. അതിൽ ഡോക്ടർ പറയും, കോഡ്, ദയവ് ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കോഡ് പറയും, എനിക്ക് ജീവനെ ഒന്ന് കാണണം, ഞാൻ ഒരുപാട് സമയമായി അവനെ ഇവിടെ മുഴുവൻ അന്വേഷിക്കുന്നു. കോഡാണെങ്കിൽ അപ്പോഴും അതിനൊന്നും മറുപടി പറയില്ല. ഉടനെ കോഡാണെങ്കിൽ സിസ്റ്റത്തിലേക്ക് ശ്രദ്ധിച്ചൊന്ന് നോക്കും. ഡോക്ടർ ഇപ്പൊ ചെക്ക് ചെയ്യുന്നത് ആ കവാക്കയുടെ ഡീറ്റെയിൽസ് ആണ്. ഓ, നീ ഇപ്പോഴും ഇവന്റെ പിന്നാലെ തന്നെയാണോ? ഇതുവരെ അവനെ കുറിച്ച് യാതൊന്നും കണ്ടെത്താൻ നിന്നെ കൊണ്ടായില്ലേ? അതിന് ഡോക്ടർ പറയും, തീർച്ചയായിട്ടും അവനെ കണ്ടെത്തും. അവനെ കണ്ടെത്താതെ പറ്റില്ല. നിനക്കിപ്പോൾ മീറ്റ് ചെയ്യേണ്ടത് ജീഗണയല്ലേ? ജീഗൺ ഒരു അല്പം ടെൻസ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവൻ അല്പനേരം ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവൻ വന്നതിന് ശേഷം നിനക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിയും. കോഡാണെങ്കിൽ ഡോക്ടറിനോട് പറയും, എന്റെ ചിന്ത ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ജീഗൺ അവനെ കണ്ടെത്തി കാണും. കാരണം ഓൾറെഡി ജീഗൺ എന്നോട് കവാക്കിയെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കവാക്കിയും ജീഗണുമായിട്ട് എന്തോ ഒരു വലിയ ബോണ്ട് ഉണ്ട് എന്നും ജീഗണ വിട്ട് ഒരിക്കലും കവാക്കിയെ കൊണ്ട് പോവാനായിട്ട് കഴിയില്ല എന്നും. സോ എന്റെ തോന്നൽ ശരിയാണെങ്കിൽ ജീഗന്റെ കൺട്രോൾ തന്നെ കവാക്കി അവ മറ്റെവിടെയോ ഉണ്ട്. ഡോക്ടർ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. നീ എന്താ ഈ പറയണേ? അങ്ങനെ ജീഗൺ അവനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്നോടെന്തിനാ വെറുതെ അവനെ അന്വേഷിക്കാനായി ജീഗൺ പറയാ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഡോക്ടർ ആണെങ്കിൽ അവനോട് ചോദിക്കും, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ ബോറോയെ അവനെ ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരാമോ? ജീഗന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ അത് ഞാൻ വാങ്ങിക്കോളാം, നീ എത്രയും വേഗം അവനെ കണ്ടെത്തണമെന്ന് പറയും. അത് കേട്ട് കോഡും ഓക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ഡെൽറ്റ പെണ്ണിനെ കാണിക്കും. അവളാണെങ്കിൽ ആകെ സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഒരുപാട് ടൈമായി ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് നിൽക്കുന്നു, എന്നെ കൊണ്ട് പറ്റില്ല ഇനി ഇവിടെ നിൽക്കാൻ, എത്രയും വേഗം ഞാനും അകത്തേക്ക് പോവും. ആ കോജിക്ക് എങ്ങനെ എല്ലാ ബാരിയേഴ്സും കടന്ന് വില്ലേജിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞു, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് അവൾ വില്ലേജിലേക്ക് തന്നെ നോക്കും. അടുത്ത നിമിഷം അവളുടെ പുറത്തു നിന്ന് ട്രയാങ്കിൾ രൂപത്തിലുള്ള ഒരു ക്യാമറ അതങ്ങനെ ഉയർന്നു വരികയാണ്. ഉപയോഗിച്ച് കവാക്കിയെ ഞാൻ തന്നെ കണ്ടെത്തും. ഇതിന് ചക്ര പവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നിലും ഇതിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അതിനെ ലീഫ് വില്ലേജിലേക്ക് അയക്കും. കട്ട് ചെയ്ത കവാക്കി അവനാണെങ്കിൽ ഇപ്പോഴും ഹേമാവരിയോട് സംസാരിച്ച് ആ ഒരു പോട്ട് ഒട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അടുത്തേക്ക് കയറി വന്ന് അവനോട് പറയും, നീ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട, അത് ഇനി നീ ഒട്ടിക്കണ്ട. ബൊറൂട്ടോ ആണെങ്കിൽ കവാക്കിയോട് പറയും, നമുക്ക് എത്രയും വേഗം ഈ ഒരു കർമ്മ പവറിനെ കുറിച്ച് കൂടുതൽ അറിയണം. എങ്ങനെയെങ്കിലും എനിക്ക് ഈ കർമ്മ പവർ അതെന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. അതിന് നീ എന്റെ കൂടെ നിൽക്കണം. അത് കേട്ട് അവനും ഭയങ്കര സന്തോഷം. ഓ, ഇപ്പൊ നീയും കുറച്ച് ബുദ്ധിപരമായിട്ടൊക്കെ ചിന്തിച്ചു തുടങ്ങിയല്ലേ? വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ഇത്രയും വേഗം ഈ കർമ്മ പവർ അത് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. എനിക്കറിയാവുന്ന കർമ്മ പവറിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത നറൂട്ടോ ആളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് റൂമിന് പുറത്ത് നിൽക്കുകയാണ്. അതിനുശേഷം
ബൊറൂട്ടോയും ബാക്കിയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിലേക്ക് വരും. ദൂരത്തായിട്ട് നറൂട്ടോയും ഹിമാവരിയും അവര് ഫൈറ്റ് ചെയ്യുന്നത് കണ്ട് ഫൈറ്റ് കാണാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം അത് മറക്കാനായിട്ട് പാടില്ല. സോ ഫൈറ്റ് ചെയ്യുമ്പോൾ തിരിച്ചു വേണം നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ തീർത്ത് പറയും, എന്നെ കൊണ്ട് പറ്റില്ല അങ്ങനെ ഒന്ന് ചിന്തിക്കാനായിട്ട്. ഇത് റിയൽ ഫൈറ്റ് ആണ്. റിയൽ ഫൈറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ കർമ്മ പവറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയൂന്ന് പറയും. അടുത്ത നിമിഷം കവാക്കിയാണെങ്കിൽ അവന്റെ കർമ്മ പവർ അവേക്കൻ ചെയ്യും. അതേസമയം തന്നെ ബൊറൂട്ടോയുടെ ബോഡിയിലും ആ പവർ അങ്ങനെ അവേക്കൻ ആവുകയാണ്. അടുത്ത നിമിഷം കവാക്കിയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളും ആക്ഷനും ഒക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടയിടി ബഹളം. കവാക്കിയാണെങ്കിൽ അവന്റെ കർമ്മ പവർ ഉപയോഗിച്ച് കൈയൊക്കെ മോൺസ്റ്റർ കൈയാക്കി മാറ്റി ബൊറൂട്ടോയെ അറഞ്ച് അടിക്കും. ബൊറൂട്ടോയും അവനെ കൊണ്ട് പറ്റും പോലെ നിഞ്ച ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് കവാക്കിയെ നേരിടുകയാണ്. ഒരു പരിധി കഴിയുമ്പോൾ കവാക്കി അവൻ ഓൾറെഡി നിഞ്ച ടൂൾസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടവനായതുകൊണ്ട് തന്നെ ഒരുപാട് ടെക്നിക്സും ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ബൊറൂട്ടോയെ തോൽപ്പിക്കുകയാണ്. പക്ഷെ ബൊറൂട്ടോ അവൻ തോറ്റുമടങ്ങാതെ വീണ്ടും ചാടി എഴുന്നേറ്റ് ഷാഡോ ക്ലൗൺ പവർ അതുപയോഗിച്ച് ഇപ്പോൾ അവന് നേരെ അറ്റാക്ക് ചെയ്യും. കവാക്കി ആണെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ബൊറൂട്ടോയുടെ ക്ലൗൺസിനെ എല്ലാം തന്നെ തകർക്കും. അതിൽ കലിയിളകിയ ബൊറൂട്ടോ അവൻ റസർഗൻ പവറുമായിട്ട് അവന്റെ നേർക്ക് അങ്ങനെ ചാടി വീഴും. റസർഗൻ പവർ കവാക്കി ആണെങ്കിൽ ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്യാണ്. അതിനുശേഷം ബൊറൂട്ടോട് പറയും, ഇനി നമ്മൾ വെറുതെ പരസ്പരം അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ കർമ്മ പവർ നിനക്ക് നേരെ പ്രയോഗിക്കാൻ പോവാണ്. നീ അത് നിന്റെ കർമ്മ പവർ ഇതുപയോഗിച്ച് മാക്സിമം അബ്സോർബ് ചെയ്തെടുക്കണമെന്ന് പറയും. അതിന് ബൊറൂട്ടോയും അബ്സോർബ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. കവാക്കി ആണെങ്കിൽ വലിയൊരു പവർ ബൊറൂട്ടോയ്ക്ക് നേരെ അയക്കും. അതുകൊണ്ട് ബൊറൂട്ടോ ഷോക്കായി, കവാക്കി നീ എന്തായി ചെയ്യണേ? ഇത്രയും വലിയ പവർ ഇത്രയും ഫോഴ്സിൽ എനിക്ക് നേരെ അയച്ചാൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. കവാക്കി ആണെങ്കിൽ ചെയർ ചെയ്ത് ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് സപ്പോർട്ട് കൊടുക്കും. അങ്ങനെ ബൊറൂട്ടോ അവൻ വേറെ വഴിയില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഒരു പവർ അബ്സോർബ് ചെയ്തെടുക്കും. പക്ഷെ എന്താ, അവന്റെ കൈക്ക് നല്ല രീതിയിൽ വേദന അനുഭവപ്പെടുകയാണ്. അപ്പൊ ദൂരത്തായി ആ കോജിക് വില്ലന്റെ ഏക്രാച്ചി തവള അതാണെങ്കിൽ ആ ഫൈറ്റ് ചെയ്യുന്ന കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ ഒരു മരക്കൊമ്പിൽ ഇരിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് വരും. നിങ്ങളുടെ ഫൈറ്റ് കഴിഞ്ഞെങ്കിൽ യൂണിസൈൻ അത് കൊടുക്ക്. ഉടനെ അവർ രണ്ടുപേരും കൈ ചേർത്ത് പിടിച്ച് അവരുടെ ഫൈറ്റ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത നിമിഷം അവരുടെ കൈകൾ അങ്ങനെ പരസ്പരം കണക്ട് ആവുമ്പോൾ നല്ല രീതിയിൽ പെയിൻ അനുഭവപ്പെടുകയാണ്. മാത്രമല്ല കോജിക്കാഷി ആൾ അവിടേക്ക് വരുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യും. അടുത്ത നിമിഷം ബൊറൂട്ടോയുടെ കയ്യിലുള്ള ആ പരുക്കുകളെല്ലാം ഹീലാവുകയാണ്. അതേസമയം ഇവിടെ ആ ഡെൽറ്റ പെണ്ണിന്റെ ഡ്രോണ് അതിപ്പോ ആ ഒരു ഭാഗത്തേക്ക് വന്ന് കവാക്കിയെ കറക്റ്റായിട്ട് സെൻസ് ചെയ്യും. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും നിന്നെ ഞാൻ തന്നെ തിരികെ പിടിക്കും. ലോജിക്കല്ല, മറിച്ച് എനിക്കായിരിക്കും നിന്നെ തിരികെ പിടിച്ചതിനുള്ള അഭിനന്ദനങ്ങൾ കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൾ ഞൊട്ടിയടയിൽ ഇപ്പൊ ലീഫ് വില്ലേജിലേക്ക് കയറുകയാണ്. അവൾ ആ ബാരിയർ ക്രോസ് ചെയ്യേണ്ട താമസം ഈനോയ്ക്കാണെങ്കിൽ സിഗ്നൽ ലഭിക്കുകയാണ്. അവളാണെങ്കിൽ ഉടനെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കോണ്ടാക്ട് ചെയ്ത് അത് കൺഫേം ചെയ്യും. അതെ, ഏതോ ഒരാള് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവൾ ഉടനെ ആ കാര്യം നറൂട്ടോയെ അറിയിക്കും. ഇവിടെ കോജിക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. കാരണം ആ ഡെൽറ്റ പെണ്ണാണെങ്കിൽ മുന്നറിയിപ്പൊന്നും കൊടുക്കാതെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. ഓൾറെഡി സിഗ്നൽ പാസ്സായി. നറൂട്ടോ ആണെങ്കിൽ ശത്രുക്കൾ അവിടേക്ക് വരുന്ന കാര്യം അത് ബൊറൂട്ടോയെയും ബാക്കി അറിയിക്കും. അടുത്ത നിമിഷം ഡെൽറ്റ പെണ്ണ് അവൾ അവിടേക്ക് വന്ന് ലാൻഡ് ചെയ്യാണ്. അവളെ കാണേണ്ട താമസം കവാക്കി പറയും, ഇത് ആ ഡെൽറ്റയാണ്. ഡെൽറ്റ ടെററായിട്ട് അവിടേക്ക് എത്തി അങ്ങനെ ലാൻഡ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.